എന്നിട്ട് ഈ കൊച്ചിന് എന്തെങ്കിലും പറഞ്ഞ് ഈ കാലോ കയ്യോ അവർക്ക് വേണമെങ്കിൽ തല്ലി ഓടിക്കായിരുന്നു, അല്ലാതെ എന്റെ കൊച്ചിനെ കൊല്ലേണ്ട കാര്യമില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരിയിൽ 24-കാരനായ ഐവിൻ ജിജോയെ CISF ഉദ്യോഗസ്ഥർ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവം ഞെട്ടിക്കുന്നതായിരുന്നു. പ്രതികളായ CISF ഉദ്യോഗസ്ഥർ വിനയകുമാർ ദാസ്, മോഹൻകുമാർ എന്നിവരാണ് ഐവിൻ ജിജോയെ കൊലപ്പെടുത്തിയത്. റോഡിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഐവിനെ മനഃപൂർവ്വം കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയതുപോലെ കേരളത്തിൽ നടന്ന മറ്റൊരു സംഭവമായിരുന്നു ചന്ദ്രബോസ് കൊലക്കേസ്. നിസ്സാര പ്രശ്നത്തിന്റെ പേരിൽ തൃശൂരിൽ സെക്യൂരിറ്റി ജീവനക്കാരനായ ചന്ദ്രബോസിനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസ് മലയാളികൾ മറന്നിരിക്കാൻ സാധ്യതയില്ല. 2015 ജനുവരി മാസം 29-ാം തീയതി പുലർച്ചെ 3 മണിയോടെ തൃശൂർ ശോഭ സിറ്റിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന കണ്ടശങ്കടവ് സ്വദേശി ചന്ദ്രബോസിനെ മുഹമ്മദ് നിഷാം ജീപ്പ് ഇടിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. നിസാം വാഹനവുമായി എത്തിയപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന ചന്ദ്രബോസ് ഗേറ്റ് തുറക്കാൻ വൈകിയതിലും ഗേറ്റിനടുത്ത് വെച്ച് വാഹനം തടഞ്ഞ് ID കാർഡ് ചോദിച്ചതിലും പ്രകോപിതനായാണ് നിസാം ചന്ദ്രബോസിനെ ആക്രമിച്ചത്. ഭയന്നോടിയ ചന്ദ്രബോസിനെ വാഹനത്തിൽ പിന്തുടർന്ന് ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. വീണുകിടന്ന ഇയാളെ എഴുന്നേൽപ്പിച്ച് വാഹനത്തിൽ കയറ്റി പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുപോയി മർദ്ദിക്കുകയും ചെയ്തു. വാഹനമിടിച്ച് പരിക്കേൽപ്പിച്ചത് കൂടാതെ ചന്ദ്രബോസിനെ നിസാം മാരകമായി ആക്രമിക്കുകയും ജീപ്പിലിട്ട് ചവിട്ടുകയും ചെയ്തു. സെക്യൂരിറ്റി റൂമും ഫർണിച്ചറുകളും ജനലുകളും അടിച്ചു തകർത്തു. ചികിത്സയിലിരിക്കെ 2015 ഫെബ്രുവരി 16-ന് ചന്ദ്രബോസ് മരിച്ചു. ചന്ദ്രബോസ് കൊലക്കേസിൽ ജീവപര്യന്തം തടവിനാണ് വിചാരണ കോടതി നിസാമിനെ ശിക്ഷിച്ചത്. ഇതിനു പുറമെ വിവിധ വകുപ്പുകളിലായി 24 വർഷം തടവും 80,30,000 രൂപയും പിഴയും വിധിച്ചിരുന്നു. പിഴത്തുകയിൽ 50 ലക്ഷം രൂപ ചന്ദ്രബോസിന്റെ കുടുംബത്തിന് നൽകാനും നിർദ്ദേശിച്ചു. വിചാരണ കോടതിയുടെ വിധി പിന്നീട് ഹൈക്കോടതി ശരിവെച്ചു. നിസാമിന് വധശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. കേസിലെ പ്രതിയായ നിസാം ഇപ്പോഴും ജയിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ്. 2025 ഏപ്രിലിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിസാമിന് 15 ദിവസത്തെ പരോൾ അനുവദിച്ചു. നിസാമിന്റെ ഭാര്യ നൽകിയ അപേക്ഷയിലാണ് കോടതി പരോൾ അനുവദിച്ചത്. നെടുമ്പാശ്ശേരിയിൽ നടന്ന കൊലപാതകവും സമാന രീതിയിലുള്ളതാണ്. നെടുമ്പാശ്ശേരിയിലെ കാസിനോ എയർ കാറ്ററേഴ്സ് ആൻഡ് ഫ്ലൈറ്റ് സർവീസിലെ ഷെഫായ ഐവിൻ വീട്ടിൽ നിന്ന് തുറവൂരിലെ ജോലി സ്ഥലത്തേക്ക് പോകുന്നതിനിടെ ഐവിന്റെ കാർ CISF ഉദ്യോഗസ്ഥരുടെ കാറിൽ ഉരസിയതായി പറയുന്നു. ഇതിനെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. പോലീസ് എത്തിയിട്ട് പോയാൽ മതിയെന്ന് ഐവിൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു. ഇതോടെയാണ് കാർ ഇടിപ്പിച്ചത്. കാർ ഇടിച്ച ശേഷം ബോണറ്റിലേക്ക് വീണ ഐവിൻ ജിജോയെ രക്ഷപ്പെടാൻ അനുവദിക്കാതെ 600 മീറ്ററോളം കൊണ്ടുപോയി. ബ്രേക്ക് ചെയ്ത് നിലത്ത് വീഴ്ത്തിയ ശേഷം വീണ്ടും കാർ ഇടിപ്പിക്കുകയായിരുന്നു. കാറിനടിയിൽപ്പെട്ട ഐവിനെ വീണ്ടും 30 മീറ്ററിലധികം റോഡിലൂടെ വലിച്ചിഴച്ചു. ഗുരുതരമായി പരിക്കേറ്റായിരുന്നു ഐവിന്റെ മരണം. സംഭവത്തിന് ശേഷം 2ാം പ്രതി മോഹൻകുമാറിനെ നെടുമ്പാശ്ശേരി എയർപോർട്ട് പരിസരത്ത് നിന്നും 1ാം പ്രതി വിനയകുമാർ ദാസിനെ സംഭവം നടന്ന നായത്തോട് പ്രദേശത്ത് നിന്ന് പരിക്കുകളോടുകൂടിയും പോലീസ് പിടികൂടിയിരുന്നു. തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചു. നിലവിൽ 2 CISF ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്.